ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇപ്പം സമയം 1:30 ആവുന്നു. ഞാൻ ഈ 1:30 ഒരുങ്ങി കെട്ടി അവിടെ പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ്. സോ നമുക്ക് 2 മണിക്ക് പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി. ഞാൻ ഇന്നലെ ഓൾറെഡി ലേറ്റായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് ഞാൻ 11 മണിയൊക്കെ എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു ഉറങ്ങിയപ്പോൾ. അതുകൊണ്ട് എൻ്റെ ഉറക്കം ശരിയായിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വരുന്നു. പോകാനൊരു ആവേശം കാണിച്ചെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ടെൻസ്ഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോഷൻ സിക്നസ് ഉള്ള ഒരാളാണ്. സോ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമോ എന്നൊരു ഭയങ്കരമായ പേടിയുണ്ട്. ഞാൻ ടാബ്ലറ്റൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണം. അത് ബസ്സിൽ കയറുന്നതിന് ഒരു 1/2 hour മുന്നേ കഴിക്കണം. അപ്പോൾ അത് കഴിക്കണം. സോ ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇന്നലെ പെട്ടെന്ന് ടക്കേന്ന് ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാനുള്ള ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 day ട്രിപ്പാണ്. സോ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കുന്നു. എന്തോ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ. അപ്പോൾ ട്രിപ്പെന്ന് അല്ലെങ്കിൽ ടൂറെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ 10th ടൂറാണ്. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു. ഞാൻ ആദ്യമായിട്ട് 10th ടൂറ് പോകുന്നത്. ഞങ്ങൾ പോയത് വയനാട്ടിലായിരുന്നു. അത് 50-55 പേരെല്ലാം അവിടെ വലിയ ബസ്സിൽ ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് പോയൊരു ടൂറാണ്. അതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റ്സും കൂടാണ് അത്. അത് കഴിഞ്ഞ് പിന്നെ +2 ടൂറ് പോയി, സ്കൂളിൽ നിന്ന് ടൂറ് പോയി. അത് കഴിഞ്ഞ് കോളേജിൽ ഞാൻ അത്ര വലിയ ജോളി അല്ലാത്തതുകൊണ്ട് എനിക്ക് ടൂറ് പോകാൻ പറ്റിയില്ല, ഞാൻ പോയില്ല. അത് കഴിഞ്ഞൊരു എനിക്ക് 4 വർഷത്തെ ഗ്യാപ്പ്, 4-4.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു ടൂറ് പോകുന്നത്. 1 day ട്രിപ്പാണ് മൂന്നാറിന്ന്. അപ്പോൾ മൂന്നാറിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 പേര്, 16 പേര്, 17 പേരെന്തോ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലാണ് നിന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ റൂമിൽ പോയിരുന്ന് വീഡിയോ എടുത്ത് അച്ചുവേട്ടൻ ഉറങ്ങുവാണ്. അച്ചുവേട്ടൻ അല്ലെങ്കിൽ തന്നെ ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എഴുന്നേറ്റിട്ട് എന്തു അടി എന്നൊക്കെ ചോദിച്ചു കൂടായി ഉറക്കത്തിൽ. അപ്പം എന്നെ അച്ചുവേട്ടൻ വിടുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. അപ്പം അച്ചുവേട്ടൻ പറഞ്ഞ് ഇല്ല എനിക്ക് വിടാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അജ്ജനോടൊന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ഓഫീസിൽ നിന്നാണ് ബസ് എടുക്കുന്നത്. സോ ഞാൻ പോയിട്ട് ടാബ്ലറ്റ് ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പിന്നെ നന്നായിട്ട് കാണിക്കും. ഇപ്പം ഞാൻ കിച്ചണിൽ നിൽക്കുകയാണ് ഗൈസ്. സോ നമുക്ക് പോകാം. എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണൊക്കെ ചുമന്നോ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കരച്ചിൽ വരുന്നു ഉറക്കം വന്നിട്ട്. അപ്പം ഞാൻ പോട്ടെ. ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ കാണിക്കാം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. അച്ചുവേട്ടൻ ഉറങ്ങുക. അച്ചുവേട്ടൻ ഡിസ്റ്റർബൻസ് ആക്കരുതല്ലോ. സോ നമുക്ക് എന്തൊക്കെയാണ് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാർ കാണാൻ പോകുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഈ വൊമിറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയങ്കരമായ പേടി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. സോ നിങ്ങളെല്ലാവരും പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രോബെറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാറിന്ന്. എനിക്ക് സ്ട്രോബെറി പിച്ചി കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ട്രോബെറി ഉള്ളിടത്തോട്ട് നമ്മൾ പോകുന്നില്ല എന്നൊക്കെയാണ് ഒരു ന്യൂസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ സ്ട്രോബെറി കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. അമ്മമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും സ്ട്രോബെറി വേണം. അപ്പോൾ അമ്മമാർ പറഞ്ഞത് ഇവിടെ നിന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകും എന്നാണ്. എവിടെയെങ്കിലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ 1 day ട്രിപ്പാണ്. ഇപ്പോൾ സമയം 1:30 ആയിട്ടേ ഉള്ളൂ. അജിനെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പല്ലൊക്കെ പെട്ടെന്ന് തേച്ച് ഓൾറെഡി ഞാൻ ഇന്നലെ കുളിച്ചിട്ടൊക്കെ ആയിരുന്നു കിടന്നത്. അപ്പം ഇനി ലാഗായി പോകും വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ കാണിക്കാം. സോ നമുക്ക് പോയിട്ട് വരാം. നമുക്ക് പോകണോ ഒന്നും കൂടെ ആലോചിക്കണം. കയറട്ടെ. ഹെൽമെറ്റൊന്നും വേണ്ട, കയറാനൊന്നും വയ്യ. ഇവരൊക്കെ എവിടെ പോരാത്രി സത്യമായിട്ട് എനിക്ക് ഉറക്കം വരുന്നു. എന്തോ അതൊക്കെ തിരികെ വയ്ക്കുന്നു. ഹെൽമെറ്റ് വയ്ക്കണോടെ ഈ 1:30 ലെറ്റ്സ് ഗോ ഫോർ എ ട്രിപ്പ്.
പോലും ഇട്ടിട്ടില്ല. സാറന്മാർ വരുന്നുണ്ടോ? നമ്മൾ പോകണം. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എല്ലാവരും എത്തിയിട്ടുണ്ട് ഗായ്സ്. പച്ച പൈഷ്ക അതെ നീ ഷിബിലെ നീ എക്സ്പ്രഷൻ ഇടരുത് കേട്ടോ. ബാക്കി രണ്ടുപേരെന്തേ മോളോട്ടടിച്ച് എന്തേ അവരുടെ സ്റ്റെക്കായെന്ന് തോന്നുന്നു. വരട്ടെ സാറ് വന്നോ? ഇല്ല. ഇതാണ് നമ്മുടെ ടൂറിന്റെ കോർഡിനേറ്റർ സിനമൺ. സിനമൺ ഒരു ഹായ് പറയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്? കേട്ടില്ലെന്ന് തോന്നുന്നു. സിനമൺ ഒരു ഹായ് പറയോ? എൻ്റെ കയ്യിലെന്തോ കുഴലോ. സിനമണേ ഒരു ഹായ് പറയാമോ? എടാ സിനമണേ ഒരു ഹായ് പറഞ്ഞേ. അവന് ടൂർ കോർഡിനേറ്ററിന്റെ നമ്മൾ 5 മണി. ഇനി ഒരു കാര്യം പറയട്ടെ, എനിക്ക് സൺറൈസ് ഞാനിടും രാത്രി. ഫുൾ ടൈം വ്ളോഗായിരിക്കും ഇനി. ബാത്റൂമിൽ മാത്രമല്ലേ ക്യാമറ വെക്കാൻ. ഇവര് ഇപ്പം 3 ഉള്ളവരല്ലേ? പ്രൈവസി ഇല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈവസി ബൈ. സാറ് വന്നിട്ട് കാണിക്കേ. വെറുതെ കമ്പിക്ക് പോവാം. പ്രവീണ തിരിച്ചു വന്നേ. ആ കടയിലിരുന്ന് ആരോ ചിരിക്കുന്നു. അങ്ങനെ ഓടിരിക്കുന്നു. പീരങ്കിയോ? നമ്മളിവിടുത്തെ കടയിൽ കാപ്പി കുടിക്കാൻ. ഹലോ നമ്മളെ വണ്ടി വന്ന് വണ്ടി കയറി. 1-ാം തീയതി ട്രിപ്പ് പോയാൽ ഇനിയുള്ള ഈ മാസം മൊത്തം നമ്മൾ ട്രിപ്പ് പോകും. ഞാനവിടെ അല്ല ഞാനവിടെ പൊളിക്കും എല്ലാവരും കൂടെ. വലുതെടുത്തില്ലേ? മറ്റേത് ഇവിടെ ഉണ്ട്. എടാ എന്താണ് എന്താണ് അതുകൂടെ ലെറ്റ്സ് ഗോ ഗൈസ്. Guys, are you ready for the trip? No. I can understand your feelings. ലെൻസൊക്കെ ബാഗിന്റെ സൈഡിലാണ് നോക്കി കണ്ട് കുത്തിക്കയറ്റി. തമിഴ് പാടി തേരി തേരി താളം തൊള്ളാടി അമ്മ.
കയ്യില് കുഴച്ച് തിന്നട ചങ്ങായി എല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങി. എന്തോടാ അവിടെ? സാറാണോ? വ്ളോഗർ എണ്ണീറ്റടാ, വ്ളോഗ് എടുത്തിട്ടിടുന്ന് ഉറങ്ങാം. അക്ഷര ചേച്ചി എങ്ങനെയുണ്ട് കാപ്പി? അന്നല്ല അന്ന എന്നൊന്നുമില്ല, ഇവിടെ ഉണ്ട്. ശിവാനി ഇറക്കായോ? ശിവാനി ഞാനും ഇറങ്ങാൻ പോയി. ഇനി ഞാൻ ഇറങ്ങാൻ പോവാണ്. ഇനി മൂന്നാറത്തും വിളിച്ചാൽ ഫൈനലി നമ്മൾ മൂന്നാർ എത്തി. ഇപ്പം നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. സമയം 6 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ സൺറൈസ് ആവാറായില്ല. എല്ലാവരും ജീപ്പിൽ നിന്ന് ഇറങ്ങി. അത് ഞാനാണ്, അതെൻ്റെ വ്ളോഗാണ് ഗൈസ്. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല, നിങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, ഇപ്പം നന്നായിട്ട് കാണുന്നുണ്ട്. സൺറൈസ് ആവുമ്പോൾ നമ്മൾ കാണിക്കും അല്ലേ? ഓവർഫ്രം വേണ്ട. ഇവര് ടീമായിട്ട് വരുന്നു. പോടോ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അയ്യോ ഒടുക്കത്തെ തണുപ്പ്. അയ്യോ നടക്കുന്നേ. നമ്മളെല്ലാവരും സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നിങ്ങൾ കാണാൻ തന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്തായാലും വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ്. നൈസ്. ഇതാണ് ഗായ്സ് ഇപ്പോൾ ഇവിടുത്തെ റിവ്യൂ. ഹായ് 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 ഒരു ഹായ് പറയോ?
അവരെവിടെയാടാ? ഹലോ Let's go. Wow. എങ്ങനെയൊക്കെയാണ്? എന്നെ ബ്രൗണി ചേച്ചി കൂടെ ഫോട്ടോ എടുത്ത് തരണം. ഈ പോസ് അറിയാത്തന്നോടാണോ നീ പറഞ്ഞിരുന്നത്? ഗൈസ് എന്റെടാ ഗൈസ്. സിനാൻ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. എന്തൊരു ചാണാണോ നിനക്കൊക്കെ ഗൈസ്. അപ്പൊ നമ്മള് സൺറൈസ് കിട്ടി, ഇഷ്ടായി. അപ്പൊ നമ്മള് സൺറൈസ് കണ്ടു കഴിഞ്ഞു. നമ്മുടെ സൺറൈസ് കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ഏജിയല്ലോട്ടോ പർച്ചേസ് ഉണ്ടോ? അതെങ്ങനെയുണ്ട്? നിങ്ങൾ ആ വണ്ടിയിലാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ 2 ജീപ്പയിലായിട്ടാണ് വന്നത്. സോ നമ്മൾ സൺറൈസ് കണ്ടു. സൺറൈസ് എടുത്തൊരു വ്യൂ ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ സൺറൈസ് കണ്ടു. നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുന്നത്. സോ ഇവരിതിലാണ്, നമ്മളത്. ഗൈസ് ചിരിക്കും. ശിവാനി ഇണ്ടാത്താണോ പോകുന്നത്? കേറട്ടെ. ജലദോഷം, പനി, മൂക്കടപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞ ഓർഡിനറി സിനിമയിൽ ആസിഫ് അലി ഓടി വരുന്ന ഡാം. ഇതാണ് ഗൈസ്. അറിഞ്ഞില്ല, നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഹായ്. എന്താ ചാനലിന്റെ പേര് പറയും? ചാനലിന്റെ പേര് ശ്രീലക്ഷ്മി ടോക്സ്. ഇതാണ് ഗൈസ് ഓർഡിനറി സിനിമയിൽ ആസിഫ് അലി പാലത്തിൽ ഓടി വരുന്നത് ഷൂട്ട് ചെയ്തത്. അല്ല, ഇപ്പൊ ഞങ്ങൾ വന്ന വണ്ടിയിൽ അങ്കിള് പറഞ്ഞു. പിന്നെ അയാൾക്ക് ഇങ്ങനെ അറിയാൻ ആസിഫ് അലി കാണാം. പോണേ അവിടെ എനിക്ക് എനർജി ഇല്ലടാ. വയ്യാത്തൊന്നുമില്ലേ? ഞാനങ്ങനെ വെള്ളത്തിൽ പോയാ എന്റെ ഒപ്പയ്ക്ക് ഞാൻ മാത്രമേ. അതേ അഖിലിന്റെ ലൂണായി പോലൊരു ഡോഗ് അതിന്റെ പോലെ ഇരിക്കുന്നില്ലേ? നൈസ്. എന്തോ അവിടെ സൂപ്പർ. ബേബി ഹാപ്പി, അപ്പം അമ്മ ഹാപ്പി. ഓടിച്ചോണ്ട് വീഴരുത്.
ആ എത്ര എടുക്കും? ഒരു 5 എണ്ണം. ഇല്ല. ഗൈസ്, അപ്പോൾ നമ്മളൊരു വ്ളോഗറെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബിഗ് ഫാൻ. എന്താ ചാനലിന്റെ പേര് പറയും? ചാനലിന്റെ പേര് ശ്രീലക്ഷ്മി മണ്ടൂസ്. നോക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മളെ ഡാം. നിന്റെ ഹൈറ്റിനനുസരിച്ച് എനിക്ക് പൊക്കാൻ പറ്റും തോന്നുന്നു. നമ്മളിപ്പോ എവിടുന്ന് പോവാണ്? നമ്മൾ ഇവിടുന്നാ പോകുന്നത് ഇപ്പൊ ഡാമിൽ നിന്നല്ലേ? അതെ. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഫുഡ് കഴിച്ചിട്ട് എപ്പോഴാണ് നമ്മൾ ഇവിടെ പോകുന്നത്? സൺ കിസ്ഡ്. അപ്പോൾ നമ്മൾ ഡാമിൽ നിന്ന് തിരിച്ചു പോവാണ് ഗൈസ്. ഡാമിൽ നിന്ന് നമ്മൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. സമയം 7:30-8 മണിയാകുന്നു. സോ നമുക്ക് വീണ്ടും ജീപ്പിൽ കയറാം. ഞങ്ങൾ വന്നതിനകത്ത് പാട്ടില്ലടാ. നിങ്ങൾ വന്നതിനകത്ത് ഇല്ല. ഞങ്ങൾ വന്നതിനകത്ത് പാട്ടില്ല. ഞങ്ങൾ വന്നതില്ലടാ. അല്ല, പാട്ടുണ്ട്. ലൈറ്റ് ഇല്ല. പാട്ടുണ്ട്. പക്ഷെ പാട്ട് അങ്ങനെ ഉള്ളു വെച്ചില്ല. എന്തോ റീലെടുക്കാം. എവിടെ നിന്ന് എടുക്കണ്ടേ? നമുക്ക് നോക്കാം. തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ നിന്ന്. എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. അതിലാണോ? ശിവാനി എവിടെ ആയിരുന്നു? ബാ ചേച്ചി. ഡാമിലാണ് ഇപ്പൊ നമ്മളുടെ. ശിവാനി വാ. ശിവാനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് 100 years ആയിട്ടുള്ള ഒരു തൂക്കുപാലത്തിലോട്ടാണ്. 100 വർഷമായി ഈ തൂക്കുപാലം. 100 years ആയാൽ പിടിച്ച് കുലിക്ക് നോക്കുമെന്ന് തോന്നുന്നു. ഞാൻ കയറുന്നില്ല. 100 വർഷമൊക്കെ വേണ്ടേ? പറയാൻ പറ്റത്തില്ല. എന്തുവാടാ കാണിക്കുന്നത്? അങ്ങനൊന്നും കാണിക്കാതില്ല. ചിലപ്പോ സ്ക്രൂ എല്ലാം വിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തീർത്തില്ലേ. എനിക്ക് ജീവനി പെട്ടിട്ടുണ്ട്. ഇതെന്താണ്? സിപ്പ് ലൈനോ? അതിനൊക്കെ ആദ്യം എടുക്കോ. അത് പേടിയൊന്നുമില്ല. തോന്നുന്നു ഞാൻ പോവാൻ പോയി. എനിക്ക് പേടിയാടാ. അയ്യോ, വീഡിയോ എടുത്തരണേ കയറുമ്പോ. അയ്യോ, എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു. അയ്യോ എനിക്ക് പേടിയാടാ. അയ്യോ അങ്ങനെ
ഞാൻ അതേന്ന് വെച്ചു. എന്റെ പൊന്നേറ്റി അങ്ങനെ ശ്രദ്ധിക്കുന്നു. ഇതിനോടൊന്ന് ചേർത്തെടുക്കാം. ചെരുപ്പ് വരുന്നല്ലേ നമ്മളേതായാലും പിടിക്കണ്ടേ? അതൊക്കെ പറഞ്ഞു കമ്പിയെ പിടിക്കുക കേട്ടോ. താഴെ പിടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ആരോഗ്യം പിടിക്കട്ടെ. നീ ഇങ്ങനെ പിടിച്ചോ. ഈ കൈ കുറച്ച് താഴെ പിടിക്കോ. ഫുള്ള് വെയിറ്റ് വെട്ടി കുറച്ച് ചേർന്ന് ഇരിക്കുന്ന ഫ്രീ പിടിക്കും. ഈ ഇരിക്കങ്ങോട്ടെ. അപ്പൊ ശരി. നമ്മൾ പാതി വഴിയിൽ നിന്ന് ഗൈസ്. കൈവിടലെന്ന്. ആ കൈവിടല്ലേ കേട്ടോ. കൈവിട. തിരുന്നു. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ച് പണ്ടാടങ്ങിന്റെ കൊല്ലോ. അത് ഇച്ചിരി അധികമായപ്പോ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു കയറിയപ്പോ? അങ്ങോട്ട് പോയതാണോ ഇങ്ങോട്ട് വന്നതാണോ ഇഷ്ടപ്പെട്ടെ? അങ്ങോട്ട് പോയതോ? ഫ്രണ്ടിലോട്ട് കയറണം, മറ്റേ ബാക്കിലോട്ട്. അപ്പൊ എനിക്ക് എന്താണ് മര്യാദക്ക് ഇരിക്കാൻ പറ്റും. പേടിച്ച് പണ്ടാരടങ്ങി. ഇങ്ങോട്ടൊന്നും അടിപൊളിയില്ലായിരുന്നാ? എനിക്ക് രണ്ടും പേടിച്ച്. പക്ഷെ ഒരു നടുക്കൊക്കെ എത്തുമ്പോ കുഴപ്പമില്ലാത്തവരെ തോന്നും. പക്ഷെ അത് പൊട്ടി വീഴുമെന്ന് തോന്നും. ഇതായത് തന്നെ അതാകുമ്പോ പിടിച്ച് കണ്ണടച്ച് തൂക്കി അപ്പോഴത്തേക്ക് പോകുന്നു. അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കുളിക്കാൻ പോണത്. കുളിക്കാനോ? അയ്യോ അതെന്താ? നമ്മള് വെള്ളച്ചാട്ടം കാണാൻ പോണോ? വെള്ളച്ചാട്ടത്തിൽ വന്ന് വെള്ളച്ചാട്ടമല്ല പിന്നെ എന്തോന്ന് കാണാൻ പോണത്? വെള്ളച്ചാട്ടം. അപ്പൊ എനിക്കിന്ന് ഫുഡില്ല ചുരുക്കം പറഞ്ഞു. ഈ ഒരു വാട്ടർഫോൾസ് കാണുന്നുള്ളോ? ഇതാണോ മെയിൻ? അടുത്ത് നമ്മള് ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. പ്രകൃതി രമണീയമായ സ്ഥലം. ഫുഡ് കഴിക്കണ്ടേ നമുക്ക്? വിശപ്പില്ലെന്നോ? എപ്പോ പോടാ. എന്നിട്ട് ചക്ക വെട്ടിട്ട പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊരു തെറ്റാണ്. എന്റെ ഫോണിന് ഡെഡ് അവറായി ഗൈസ്. അപ്പൊ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ
നമുക്ക് ഞാൻ വിചാരിച്ചത് എന്തെണ്ണം വരുമ്പോ പഴം പഴുപ്പിക്കാൻ കൊണ്ടതാണ് വണ്ടി ഞാൻ ഇടക്കത്തിലൊക്കെ വീണ് മരിക്കരുത് പ്ലീസ്. ഓ ഗായ്സ്, നമ്മളങ്ങനെ വാട്ടർഫോൾസ് കണ്ടു. പക്ഷെ നമ്മൾ പോവാണ്. ലെറ്റ്സ് ഗോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതുവരെ, നമുക്കത് കഴിക്കണം. ബാക്കി പരിപാടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വണ്ടിയുടെ അടുത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, അയ്യോ എനിക്ക് വയ്യടാ. ഒരു ലോറി വിളിച്ചേർക്കണം. സത്യമായിട്ട് എനിക്ക് നടക്കാൻ വയ്യ. ഇങ്ങനെയും പോവാം മനുഷ്യന് സ്റ്റാമിന. ആറ്റിയ വെള്ളമില്ല. ആറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80-85 ഡിഗ്രി സെൽഷ്യസിൽ അത്രയും ടെമ്പറേച്ചർ കുറഞ്ഞതിൻ്റെതോട്ട് നിലം കിട്ടുന്നത്. ഗായ്സ്, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ഹോട്ടലിൽ വന്നേക്കാണ്. വയറ് നിറഞ്ഞോ? ചേച്ചിക്ക് വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞു, പക്ഷേ എന്തോ പോലെ അല്ലേ? എനിക്കും എന്തോ പോലെ. എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നു. ഞാൻ പിന്നെ കടിച്ചു പിടിച്ചിടന്ന് ഉറങ്ങി. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ്സിലോട്ട് കയറാൻ പോവാണ്. ഇനി നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ബസ്സിനകത്തോട്ട് കയറാൻ പോവാണ്. ഫുഡ് കഴിച്ചപ്പോൾ ആദ്യം പറഞ്ഞാൽ ആശ്വാസം. ഞാൻ മസാല ദോശയാണ് കഴിച്ചത്, പക്ഷെ എനിക്കത് അത്ര പിടിച്ചില്ല. കാരണം നമ്മളെടുത്ത പോലത്തെ മസാല അല്ല അല്ലേ, നമ്മളെടുത്ത മസാല ദോശ പോലത്തെ മസാല അല്ല അല്ലേ, വേറൊരു മസാല. നമ്മൾ വീണ്ടും ബസ്സിനകത്ത് കയറി. പോടക്ക അണ്ണാച്ചി എങ്ങനെ പോകാനാ? നമ്മളിപ്പോൾ ഉള്ളത് റോസ് ഗാർഡൻ ഗാർഡനിലാണ്, ഫ്ലവർ ഗാർഡനിൽ. എന്തോ ഇത് മനസ്സിലാവുന്നു. ഇതിനകത്ത് എന്തോ ഉള്ളത് എന്ന് പറഞ്ഞു. നമ്മളവിടെ കയറാതെ തിരിച്ചു പോകുന്നു. കാരണം അവിടെ പൂക്കൾ മാത്രമേ ഉള്ളൂ. വെറുതെ നമുക്ക് കാണിച്ചു. നെക്സ്റ്റ് ഇയർ ഇത് വാങ്ങിക്കാൻ പോകുന്ന ഇറങ്ങിയാൽ മതി. ഓ ആർക്കും കണ്ട കണ്ട ആർക്കും കണ്ട. അവര് പോയില്ല. അവരെന്ത് ചെക്കന്മാര് ഇല്ല, അവർക്ക് കണ്ടാന്ന്. ഏ ഹോഴ്സ് കുത്തു വെച്ചത് കൊടയുന്ന കേട്ടോ. എന്റെ പൊന്നോ, ഓട്ടോ അടിച്ച ചെറുതൊന്നും അല്ല ഗൈസ്. ശിവാനിയെ ഫ്രണ്ടിൽ ഇടിച്ചിക്കോ പറ്റി. ഞാനും കൂടെ കറിയാലോ ഏറ്റവും പറയും. പോയിട്ടോ വീരാമണി അവനാ. ഇവരെവിടെ പോവാ? ചേട്ടാ എറണാകുളത്തോട്ട് ഇട്ടേക്കണേ, വാ നമുക്ക് പോവാ. എന്തോ പോകുന്ന രണ്ടും കൂടെ ചിരിപ്പിക്കാനായിട്ട്.
ഇതെവിടെ പോയി ചേച്ചി? കൃഷ്ണജ നൈസ്. എന്ത് ചേച്ചി വണ്ടി അവിടെ ഇങ്ങോട്ട് വിളിക്കാം. അവരെപ്പോ വരും? പോയിട്ട് റാണി ഇതിനെന്നാ പ്രൈസ്? 250. കണ്ണൻദേവൻ മലനിരകളിൽ നിന്നുള്ള ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടും, ചായയുടെ സ്വാദ് കൂടും. നമുക്ക് നോക്കാം. മുയൽ ശിവാനി, റാബിറ്റ് ശിവാനി, ലിറ്റിൽ റാബിറ്റ്. ഐസ്ക്രീം ഭയങ്കര അടുപ്പല്ലേ? വ്യൂ കാണിച്ചു ഗൈസ്. നമ്മൾ പോകുന്നിടത്തുള്ള അളയുമാണ്. അവിടെ ടിക്കറ്റ് ഫുള്ളായി. ഇനി 12:30 ടിക്കറ്റ്. പിന്നെ ഇടിക്കും 12:30 ടിക്കറ്റ്. അതുകൊണ്ട് 12:30 ടിക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ലെറ്റ്സ് ഗോ. ഷൂട്ട്. ഇനി ഞാൻ ഞാനറിയാം എൻ്റെ വീഡിയോ എടുക്കുക. പറഞ്ഞു കൊടുത്തിട്ട് വെറുതെ അത് വേസ്റ്റ് ആക്കരുത്. ഇതിൽ കൂടാ ഇത് കാണുന്നു. ഇതിന്റെ
പൊട്ടിയില്ലല്ലോ, നന്നായി. എന്നാ പിടിച്ചോ. പൊട്ടിയില്ല ഗൈസ്. അവരെന്താ വാങ്ങിക്കുന്ന? ആ തോക്ക് പിടിക്കാൻ വേണം 10 പേര്. ഞാൻ പിടിച്ച് പടയുന്ന എൻ്റെ തോള് പോയി. ഗൈസ് ഇപ്പം നമ്മൾ എവിടെ കണ്ടാണ് ബോട്ടിങ് നടക്കുന്നിടത്ത്, എവിടാന്ന് അറിയത്തില്ല. ഒരു കണ്ണാടി നോക്കിപ്പോയതാ കിട്ടിയത്. ചെറിയ 8, 9, 10. അത് തന്നെ എത്ര ഞങ്ങളത് ഇനി അവര് തിരിച്ചു ഞങ്ങളെ മിസ്സായാലോ? എന്നാ വാ. അവിടെ ഒരു കടയിൽ ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കിട്ടും. ടെസ്റ്റ് ചെയ്യും. നമ്മളിവിടെ ബോട്ടിങ്ങിന് വന്നതാണ്. കുഞ്ഞാപ്പൂ ബോട്ടിങ്. നമുക്ക് ചവിട്ടാം. ഇതുണ്ട് അതുണ്ട്. ഈ 2 കുരുപ്പുകളെയും കൂടെ കൊണ്ടുപോകാം. ബോട്ടിങ്ങിന് പോവാണേ ഞങ്ങള്. തിരിച്ചോട്ടാ വണ്ട ഒടുക്കത്തെ വെയില്. ഒരു ബാക്കോട്ടെ എവിടെ കൊണ്ടുവന്നു ഞങ്ങളുടെ വണ്ടിക്ക് എടാ ഇത് നമ്മൾ വെള്ളത്തിലോട്ട് വീണ നമ്മൾ പൊങ്ങി കിടക്കൂടാ. ഇവിടെ പെട്ടേക്കുന്നുണ്ട്. മാറ്റിട്ട് അങ്ങനെ നീന്തി അരമണിക്കൂർ വെയിലത്ത് കടന്ന് വെറുതെ അങ്ങോട്ടും കൂടെ ചവിട്ടുക. എന്തൊക്കെ കുത്താണോ എന്തോ കളി. ഹായ് പറയോ? ഹായ്. എടാ ഇതെങ്ങാണം ചരിഞ്ഞു പോവോടാ അജിന്. സത്യമായിട്ട് എനിക്ക് വെള്ളം പേടിയാട്ടോ. അതുകൊണ്ടല്ലോ അവരൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നു. ഞാൻ എന്താണ് കുഞ്ഞാപ്പൂ ഞാൻ അവന്റെ കയ്യിൽ പിടി. മുമ്പേ ഇവര് വന്നു. നിങ്ങളുടെ സമയമായി ഇല്ല. അവരെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാനല്ലടി നീ എടു. പോളാൻ വേണ്ട. ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് എങ്കിലും കിട്ടാനാ.
കടാറട അറിയില്ല വീഡിയോ എടുക്കണം. ഞങ്ങളിപ്പോ കളിച്ചില്ല അതിന് മതി ഒരു മാസം പാടി അങ്ങനെ കാണിക്കാം. ഒരു കാനനം ഇതെടുത്താൽ അയ്യവ ഇതാണ് മൂന്നാറിന്റെ ഒരു വ്യൂ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിൽ പോകണ കള്ളക്ക. ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല ഗൈസ്. സോറി ബ്രോ. ശിവാനി അതെനിക്ക് ശരിക്കും കളിക്കാൻ അറിയില്ല കേട്ടോ. കാടേറാൻ സാറെന്ത് കണ്ടതുമല്ല. ശിവാനി എന്നെ പഠിപ്പിച്ചു തരും. നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ശിവാനി എന്റെ വ്ളോഗിലേക്ക് ഹൈ പറയും. ഹായ്, വെൽക്കം ബാക്ക് ടു എനിക്കറിയത്തില്ല. ചേച്ചി കളിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കളിക്കാം, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാം ഗൈസ്. അയ്യോ എന്റെ ഫോൺ. കാണിക്കുന്നേ എന്റെ പൊന്നോ. കണ്ട അടുത്ത കുത്ത്. മനസ്സിലിരിപ്പ് വേറെ അക്ഷരിച്ചിട്ട്. ഞാൻ സൺറൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത പ്രാവശ്യം 12 മണിക്ക് വരുന്നു. കിടിലം വ്യൂ ആണോ ഇത്? ഇപ്പൊ നമ്മളിവിടെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയതാണ്. ഇതെന്താണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മൾ ഗാർഡനുള്ളിലോട്ട് കയറുന്നില്ല, നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കാന്നുള്ള പരിപാടി. സിനാനെന്തേടാ? 5 100 രൂപ 5 100 രൂപ. ചേട്ടാ എത്ര രൂപ ഒരെണ്ണത്തിന്? അയ്യ അത് ഇതാ എന്തുവാടെ കൺഫ്യൂഷൻ ആകുന്നത് ചേട്ടനെ? ഞാൻ ക്യാമറ വെക്കുമ്പോ ക്യാമറ ബോക്സ് അവളുടെ നല്ല സ്റ്റൈലായിട്ട് കഴിക്കാൻ എടുക്കാം. ഞങ്ങളുടെ ഒക്കെ കൂതറ വീഡിയോ ഉണ്ട്. ശ്രീലക്ഷ്മി നൂഡിൽസ്. ഗിരീഷ് ചേട്ടനോ അഖിലും എന്തേ? സിനാനെന്തേ? റൂമിൽ സ്റ്റിക്കർ ഇറങ്ങും. മാഗി താഴെ കളഞ്ഞു. ഗൈസ് അപ്പം നമ്മളിവിടെ ഇറങ്ങി എന്തൊക്കെ കഴിച്ചു? മാഗി കഴിച്ചു, ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു, പിന്നെ ഒരു ചോളം കോൺ, സ്വീറ്റ് കോൺ അങ്ങനെയാണോ അതിന് പറയുന്നത്, അതും കഴിച്ചു. എന്നിട്ട് നമ്മൾ പോവാണ്. നമ്മൾ എവിടെയെങ്കിലും കയറുന്നുണ്ടോ? കയറാൻ വയ്യുന്നു. ഇനി നമ്മൾ എവിടെയും കയറുന്നില്ല, നമ്മൾ സ്ട്രെയിറ്റ് വൈറ്റിലാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എനിക്കറിയില്ല.
നമ്മൾ സ്ട്രെയിറ്റ് വൈറ്റ് ലൈൻ. നമ്മൾ എവിടെയും കയറുന്നില്ല, കാരണം നമ്മളെല്ലാം ആരും പറഞ്ഞു ക്യാരറ്റ് വാങ്ങാൻ കയറണ്ടേ, മുട്ടായി വാങ്ങാൻ കയറണ്ടേ. കടയിൽ ഇതെല്ലാം വാങ്ങി കഴിഞ്ഞല്ലേ ഇനി ഒന്നും വാങ്ങാനില്ലേ? നമ്മുടെ വണ്ടിയാണോടാ ഇത്? അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി കയറാൻ പോവാണ്. കുറച്ചൊന്ന് ശാന്തിയായി, കാരണം നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല. നമ്മളിപ്പോഴാണ് കഴിക്കുന്നത്, അതും ലൈറ്റായിട്ടാണ് കഴിച്ചത്. ലൈറ്റായിട്ട് കഴിച്ചു. സോ വി ഹാവ് ടു ഗോ. അമ്മേ കൈയൊക്കെ വേദന എടുക്കുന്നു. അപ്പം ഞാൻ വണ്ടി കയറാൻ പോവാണ്. എൻ്റെ ഫോണൊന്ന് പ്ലഗ് ചെയ്യണം, ചാർജില്ല. രാവിലെ തൊട്ട് കുത്തും അൺപ്ലഗ് ആക്കും, കുത്തും അൺപ്ലഗ് ആക്കും. ചാർജില്ല, കുത്തിയിരട്ടെ. ഇനി ആരുടെ ഫോൺ പ്ലഗ് ചെയ്യത്തില്ലേ കേട്ടോ? എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ല. ഒന്നുമില്ല. അങ്ങോട്ട് തെക്കോട്ടിരിക്കും കേട്ടോ. നമ്മളങ്ങനെ എവിടെയും കയറുന്നില്ലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പം ഒരു പാർക്ക് കണ്ടു. പാർക്കിന്റെ പേരെന്താ? ഇതെന്തുകൊണ്ടാണ് കയറിയത്? ഹൈഡൽ. അത് കഫേ. ഹൈഡൽ പാർക്ക് എവിടെ? നമ്മളൊരു പാർക്കിൽ വന്നു. ഞാൻ വെച്ചാൽ എന്തായാലും ഇവിടെ വരാന്നല്ലേ, ഇവിടെ കൂടെ കയറാം അല്ലേ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇവിടെ കൂടി കയറാം. അതെ, സെന്തിലേട്ടന്റെ ഫ്രണ്ട് ബാക്കില്. ഗൈസ് ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഇവിടെ എന്തോരം പൂക്കളാണ്, ഭയങ്കര രസമുണ്ട്. നിറയെ ഫ്ലവേഴ്സ്. ഇതിൽ ഈ ഫോണിൽ എത്രമാത്രം എനിക്കിതിൻ്റെ ഫോണിൽ എത്രമാത്രം നിങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇറ്റ്സ് റിയലി നൈസ്. ഭയങ്കര രസമുണ്ട്. ഈ പൂക്കളൊക്കെ കണ്ടോ? ഞാനിവിടെ ഓടി നടന്ന് കണ്ടോ, ഭയങ്കര രസമുണ്ട്. ഇവിടെ ഏറ്റവും രസമുള്ളൊരു പൂവാണ് ശരന്തി. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഭംഗിയുണ്ട്. ഫോണിൽ എത്രത്തോളം ഭംഗി എനിക്കറിയത്തില്ല. ഫ്ലവർ ഗാർഡൻ. ഇതൊരു സ്കുറൽ. ഹായ്, ഹലോ. പല്ല് കറക്റ്റ് നല്ലാടി. അത്രയും മതി, ആകാശം നോക്കൂ, ഇതെന്താണ്? അല്ല, നിങ്ങൾ എടുത്തോ, ഞാൻ വീഡിയോ എടുക്കുക. ഗിരീഷ് ഏട്ടൻ കയറിയില്ലേ? വേണം. പറഞ്ഞില്ലടി. നീ സാറോ പിടിച്ചിറങ്ങിയാൽ മതി. ഇരുന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതി. ആ, നിറങ്ങിക്കോ, പിടിച്ചു നിറങ്ങിക്കോ. പിടിച്ചോ. ഐസ്ക്രീം കൊണ്ടെടുത്തിട്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ വന്നതാണ് നമ്മള്. അത് മാവന്റെയാ, ശിവാനിയുടെ ആണോ?
എന്നെ പറ്റില്ല വെള്ളത്തെ കവർ മാറ്റി CS അടിച്ചത്. ലെങ്ത് ആവിപ്പോ. അപ്പൊ 2 ഇതായിട്ട് സിനിമയോ മിക്കവാറും എൻ്റെ വീഡിയോ 2.5 മണിക്കൂറോളം തിയേറ്ററിൽ പ്രദർശനം ചെയ്തതാണ് എനിക്ക്. അങ്ങനെ ലെങ്ത് കൂടെ കുഴപ്പമുണ്ടോ? വേറെ ടേസ്റ്റ് ഉണ്ടല്ലേ. നല്ല രസമുണ്ടോ? കുഞ്ഞു കുട്ടീനെ കണ്ടോ? അവിടെ ഒരു കുഞ്ഞു കുട്ടി ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. ഊഞ്ഞാലാടുന്ന അവരിങ്ങനെ തിരിക്കും. കൃഷ്ണയെ ആഞ്ഞൊരു ഇരുത്തിരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ മറ്റു സമ്മർ ഡ്രൈവ് അടിക്കണോ? എനിക്ക് വെയിറ്റ് കൂടില്ലുണ്ടോ? ജിമ്മി പോന്നോളാം. എടോ അമ്മാവ എണ്ണീറ്റോടോ. ഇത് ഒടിഞ്ഞു കഴിഞ്ഞാൽ പൈസ സാറേ കാശുണ്ടോ സാർ? രണ്ട് സീസോയുടെ പൈസ. ചെന്നിലേട്ടും കൃഷി വീട്ടിൽ കൂടെ കാണിക്കും. പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ പൂത്തേ. നമ്മൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മുയലാണ്. നിന്റെ മാവും ഇവിടെ നമുക്ക് പോവായിരുന്നു വീട്ടിലോട്ട്. നൈറ്റ് അടിപൊളിയാ. അവിടെ നൈറ്റ് പ്രശ്നം പോവാം. കുടുംബത്ത് കയറാൻ പറ്റത്തില്ല. ലൈറ്റ് അയച്ചെടുത്തോ, ആവശ്യം വരും. എടാ ആ റിംഗ് ലൈറ്റിങ് എടുത്തേ. ബിരിയാണി വെച്ചാൽ കൊണ്ടുപോയാലോ? ഒരെണ്ണത്തിന് കൊടുക്കാനുള്ളത്. ഇന്നത്തെ 3 ചോക്ലേറ്റ് ഉണ്ടോടാ? വൈറ്റും അല്ലെങ്കിൽ എന്നെ ചവിട്ടി പുറത്താം. കിട്ടിയ ചോക്ലേറ്റ് പക്ഷെ നല്ല പ്യൂർ ചോക്ലേറ്റ് ആയിരിക്കും. ഇതെന്നാ സാധനം? എനിക്കിതാ വേണ്ടത്. വിഷസ് ഫോർ യു. നൈസ്. അടയ്ക്കാൻ പറ്റുന്നില്ല. ഹാപ്പി എവറി ഡേ. അച്ചടാ ഇത് കണ്ടോ? വാലന്റൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വാങ്ങിക്കായിരുന്നു. വാലന്റൈൻസ് ഡേ പ്രമാണിച്ചുള്ളതാ. പെട്ടിയാണ്. അത് കൊള്ളാം. നല്ല പെട്ടിയല്ലേ? ഹാപ്പി എവറി ഡേ. ഇത് ഈ ബോക്സും കൊള്ളാം. പക്ഷെ ഇച്ചിരി അളിഞ്ഞ ബോക്സ്, ഇച്ചിരി കളർ പോയി. ശരി കൊള്ളാം.
ഇന്നത്തൊക്കെ നമ്മൾ എന്താ വെച്ച് കൊടുക്കും? നോ ബേബി. എന്താ വാങ്ങിച്ചേ? ചോക്ലേറ്റ് പൗഡർ, ടീ മസാല. ടീ മസാല എന്തുവാ? ചായ തിളപ്പിക്കുന്നത്. മസാല ടീ, മസാല ചായ, മസാല ചായ. രണ്ടിനും നല്ല ചോക്ലേറ്റ് സിറ്റി. മുദ്ര ശ്രദ്ധിക്കണം. മൂവാറ്റുപുഴയാണോ അത്? മൂവാറ്റുപുഴ അങ്ങനെയാണെങ്കിലും എനിക്കൊരു കുറവെന്നുള്ള ഇവിടെ എന്തോ പള്ളിപ്പെരുന്നാളോ? ഇവിടെ നിന്ന് തിന്നാൻ കഴിച്ചാൽ കിട്ടും. എന്തുവാ ഈടാ കുടിക്കുവോ? എന്തുവാടാ അത്? ഗൈസ്, നമ്മളിവിടെ താഴത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 1/2 hour താമസം ഉണ്ടെന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സാറാണ് പറഞ്ഞത് നമുക്ക് ക്ലബ് ഷവായെന്ന് കഴിക്കാം, ഇവിടെ ഭയങ്കര എന്തോ അടിപൊളിയെന്ന് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കാണിച്ച് ഫോണിപ്പം കഴിയുന്നപ്പോഴേ സാറ് പറഞ്ഞു ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ കിട്ടുമെന്ന്. സോ നമുക്ക് ആ വൈബ് പിടിക്കാം അല്ലേ ഗൈസ്? വെയിറ്റ് ചെയ്യണം നമ്മൾ. എടാ നമ്മൾ ടോക്കൺ കൊടുത്തോടാ. അരമണിക്കൂർ ആയില്ലേ നമ്മൾ വന്നിട്ട് ഇപ്പം? ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം. എനിക്ക് വയ്യ. രണ്ട്
സെയിം അല്ലേ ഞാൻ പിന്നെ എടുക്കാല്ലേ ഫ്ലൈ വെക്കുന്ന എടുക്കണം എടുക്കല്ലെന്നോ എടുക്കണം വെക്കോ പറഞ്ഞതല്ലേ അമ്മ എടുക്കുന്നതൊക്കെ കൊടുത്ത് കാണിച്ചായിരുന്നു സ്കിന്ന് കഴിക്കാൻ പഠിക്കുന്നത് ഡോറും തുറന്ന് പറഞ്ഞാടാ ഒരു വ്ളോഗ് എടുക്കുന്നതിൻ്റെ വിഷമം വ്ളോഗ് എടുക്കുന്നവരെ മനസ്സിലാകത്തുള്ളൂ ഇതെല്ലാം അറ്റൻഡ് ചെയ്താൽ ജീവിക്കാൻ പറ്റും ബാത്റൂമിൽ എൻ്റെ ക്യാമറ എൻ്റെ തലവേദന എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഇനി നമ്മൾ നേരെ ഓഫീസിലോട്ട് വൈറ്റ്ലയിലോട്ട് നേരത്തെ കുഴപ്പമില്ല 2 മണി ഞാൻ വീട്ടിൽ പോകാം ഇപ്പൊ 4 മണിയാൻ പറ്റും ഇവിടെ പോടോ ആ ഇതാണോ ഇത് നേരത്തെയാണോ പൊങ്കഴിയാണോ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും വീട്ടിൽ പോകണം നമ്മുടെ പരിപാടി ഇവിടെ പരിപാടി